ഹായ് ഹലോ മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അലീനയോട് ദേഷ്യമുള്ളതിന്റെ പുറത്തും അതുപോലെ തന്നെ അലീനയോട് വഴക്ക് പറഞ്ഞതിന്റെ പുറത്തും നമ്മുടെ ലാലിച്ചൻ കുറച്ചധികം ഇന്ന് മദ്യപിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മദ്യപാനം ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലൊന്നും അല്ല ആൾ എടുത്തിട്ടുള്ളത്, 2 ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ആ സമയത്താണ് വലിയപ്പച്ചൻ അങ്ങോട്ട് വരുന്നത്. നീ എന്താ 2 ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചേക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യാനുള്ളൊരു സമയമില്ല, അതുകൊണ്ടാണെന്ന്. അങ്ങനെയാണെങ്കിൽ നിനക്ക് നേരെ കുപ്പിയിൽ നിന്ന് എടുത്ത് ഒഴിച്ചാൽ പോരെന്ന്, അതിനും എനിക്ക് ടൈമൊന്നും ഇല്ലാന്ന്. നീ എന്തിനാ അലീനയെ വഴക്ക് പറഞ്ഞത്, അതിന്റെ പേരിലാണോ ഇപ്പൊ ഈ മദ്യപാനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പച്ചൻ തന്നെ കേട്ടില്ലേ, അവൾക്ക് എന്നെ യാതൊരുവിധ വിലയുമില്ല. എന്റെ മുമ്പിൽ വെച്ചാണല്ലോ അവൾ പൗലോസിനെ ഇത്രമാത്രം ധിക്കരിച്ചത്. അവളുടെ മുൻപിൽ എനിക്ക് യാതൊരുവിധ വിലയുമില്ലേ. ഇത്രയും കാലം എന്നോട് ആരും ധിക്കരിച്ചിട്ട് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എല്ലാവരും അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇത് എന്നെ കൺട്രോൾ ചെയ്യാൻ ഒരാൾ വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ വല്യപ്പച്ചൻ എന്തായാലും അലീനയുടെ ഭാഗത്ത് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അവള് പറഞ്ഞതിൽ എന്താണ് തെറ്റ്, നീയും കണ്ടതല്ലേ പൗലോസ് ചെയ്തത്. അവൻ എന്ത് തെമ്മാടിത്തരമാണ് അടുക്കളയിലും കാണിച്ചു കൂട്ടുന്നത്, എന്തുമാത്രം മീനാണ് അവൻ വേസ്റ്റ് ആക്കി കളഞ്ഞത്. പിന്നെ അവനോട് അങ്ങനെയല്ലാതെ എങ്ങനെയാണ് അവൾ സംസാരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അലീന തന്നോട് പറഞ്ഞ കാര്യങ്ങളും ലാലിച്ചൻ പറയുന്നുണ്ട്. നമ്മളിവിടെ വലിയ വലിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് അവൾക്ക് അനാഥാലയത്തിൽ അതുപോലും കിട്ടാനില്ലായിരുന്നു. അതായത് നമ്മൾ കഴിക്കുന്നതിന്റെ എച്ചില് പോലും അവൾക്ക് കിട്ടാനില്ലാതെ അവൾ 23 വർഷം അനാഥാലയത്തിൽ കഴിഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചൊന്നും പറയാനില്ലാതെ ആയിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ മകൾ 23 വർഷം നമ്മൾ അനുഭവിച്ചതൊന്നും അനുഭവിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലല്ലോ. അപ്പൊ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ലാലിച്ച, ഞാനത് അറിയുന്നില്ലല്ലോ എന്ന്. പറഞ്ഞിട്ട് എന്താ കാര്യം, അവളത് അനുഭവിച്ചു കഴിഞ്ഞില്ലേ, ഇനി അതൊരിക്കലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവള് പറയുന്നതും കേട്ട് എനിക്കിവിടെ നിൽക്കാനൊന്നും എന്തായാലും പറ്റില്ല. അവളെ കൺട്രോളിൽ എന്നെ കൊണ്ടുവരാനും പറ്റത്തില്ല. എൻ്റെ രീതികൾ ഇങ്ങനെയൊക്കെയാണ്. എന്നെ ഒരാളും പഠിപ്പിക്കാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. അവൾ വന്നിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ, അതിൻ്റെ ഉള്ളിൽ തന്നെ എന്നെ എന്തുമാത്രം പഠിപ്പിക്കുന്നുണ്ടെന്ന് അപ്പച്ചൻ തന്നെ കണ്ടില്ലേ. ചിന്നമ്മ ഇങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ അമ്മ ഇങ്ങനെയാണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ്റെ അടുത്ത് പോലും അമ്മ ഇങ്ങനെ വഴക്ക് കൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിനക്ക് തോന്നുകയാണ്. അവൾ രാത്രി കിടക്കാൻ നേരത്തെ എന്നോട് പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കിടക്കുന്നതെന്ന്, നിനക്ക് അറിയാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ ചിന്നമ്മ അങ്ങനെയല്ല, ഓൺ ദ സ്പോട്ടിൽ തന്നെ അതിനുള്ള മറുപടി കൊടുക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയല്ലേ പെണ്ണുങ്ങൾ വേണ്ടത്. അവൾ നല്ല കുട്ടിയാ, അവൾക്ക് നല്ല ആത്മാർത്ഥയും നന്മയും സ്നേഹവും ഉള്ള കുട്ടിയാ. അത് തന്നെയല്ലേ നിന്റെ ഏറ്റവും വലിയ അഭിമാനവും ഭാഗ്യവും ഒക്കെ ലാലിച്ചാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ അഭിമാനവും ഈ ഒരു നന്മയൊന്നും ലാലിച്ചൻ അത്രമാത്രം അങ്ങോട്ട് പിടിക്കുന്നില്ല. കാരണം അയാളെ ഇങ്ങനെ ഒരാൾ കൺട്രോൾ ചെയ്യുന്നതോ അയാൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാതിരിക്കുന്നതോ അയാൾക്ക് ശീലമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും അലീനയുടെ അടുത്തേക്ക് പോയി നോക്കട്ടെ, ഞാനല്ലേ ഇപ്പോൾ ഉള്ളും നിങ്ങളുടെ ഇടയിൽ മധ്യസ്ഥം പറയാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടി അപ്പച്ചൻ മധ്യസ്ഥം പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും അവളുടെ അടുത്തോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ അടുത്തേക്ക് അപ്പച്ചൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പച്ചൻ റൂമിലോട്ട് പോകുന്നതിന് മുൻപ് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മുടെ ലാലിച്ചൻ പറയുന്നുണ്ട്. അവൾക്ക് ഞാൻ എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ തരാം. എവിടെ വേണമെങ്കിലും പോകാം, ലോകം സഞ്ചരിക്കാം, പാസ്പോർട്ട് എടുക്കാം, അതൊന്നും അവൾക്ക് വേണ്ട. അവൾക്ക് ഇവിടുത്തെ കിച്ചണിൽ കയറണം, അത്രമാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് അത് തന്നെയാണ് വേണ്ടത്, അവൾ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്. ഈ വീട്ടിലെ സ്വാതന്ത്ര്യമാണെന്ന് നമ്മുടെ വല്യപ്പച്ചനും പറയുന്നുണ്ട്. വല്യപ്പച്ചന് ഏകദേശം നമ്മുടെ അലീനയുടെ റൂട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ തൽക്കാലം ലാലിച്ചൻ എന്തായാലും ആ ഒരു റൂട്ടിലേക്ക് വന്നിട്ടില്ല. നമ്മുടെ അപ്പച്ചൻ എന്തായാലും അലീനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി. അപ്പച്ചൻ വന്ന സമയത്ത് അലീന കരഞ്ഞതുപോലെ അപ്പച്ചന് തോന്നി. അന്നേരം ചോദിക്കുന്നുണ്ട്, നീ മോളെ കരഞ്ഞു എന്ന്. ഏയ് ഇല്ല, ഞാനത് 3-4 പ്രാവശ്യം ഒരുമിച്ച് തുമ്മിയത് കൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അപ്പച്ചന് കാര്യം മനസ്സിലായിട്ടുണ്ട്, അവള് കരഞ്ഞിട്ടുണ്ടെന്ന്. എന്നെ ലാലിച്ചൻ വഴക്ക് പറഞ്ഞെന്ന് അവള് പറയുന്നുണ്ട് കേട്ടോ. അവൻ അങ്ങനെ തന്നെയാണ് മോളെ, നിന്നെ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നിന്നെ മാത്രമാണോ, അവന്റെ അപ്പനായ എന്നെ പോലും അവൻ വഴക്ക് പറയുന്നത് നീ കേട്ടിട്ടില്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ മോളെ അവൻ നിന്നെ എന്തായാലും ഇവിടെ നിലം തൊടാതെ പറത്തിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇന്ന് രാവിലെ വരെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം ആലോചിച്ചിരുന്നു. വേറെ എവിടെയെങ്കിലും ജോലിയൊക്കെ ശരിയാക്കി അങ്ങോട്ട് പോകണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ തീരുമാനം ഞാൻ മാറ്റി. ഇവിടെ നിന്ന് എന്നോട് പോവാൻ പറഞ്ഞാലും ഞാൻ പോവത്തില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും യുദ്ധത്തിന് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. അത് കേട്ടപ്പോൾ തന്നെ വലിയപ്പച്ചന് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലാലിച്ചനുമായിട്ട് ഏറ്റുമുട്ടാൻ വെറുതെ നിൽക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ എന്തായാലും ഏറ്റുമുട്ടാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്തായാലും ശരിയാവാൻ വേണ്ടി പോകുന്നില്ല. പപ്പയുടെ വിചാരം പപ്പ വലിയ കേണലാണെന്ന്. ആ കേണലൊക്കെ കഴിഞ്ഞു. അതൊക്കെ മിലിറ്ററിയിൽ നിൽക്കുന്ന കാലം മാത്രമേ ആ കേണൽ എന്ന പദ്ധതി ഉണ്ടായിട്ടുള്ളൂ. ആ യൂണിഫോം അങ്ങോട്ട് അഴിച്ചു കഴിഞ്ഞ് റിട്ടയർഡും ആയി കഴിഞ്ഞാൽ പിന്നെ സാധാരണ ആളാണ്. പിന്നെ എന്ത് കേണൽ, കേണലൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്നും എന്തായാലും ഇവിടെ എന്തായാലും നടക്കത്തില്ല, ഞാനത് നടത്താനും പോകുന്നില്ല. കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ റൂട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ഇല്ലയോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരു ചലഞ്ച് പോലെ ഏറ്റെടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ വല്യപ്പച്ചന് കുറച്ച് പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും പിന്നീട് പേടിയൊക്കെ മാറി. അപ്പച്ചൻ്റെ അടുത്ത്
ചോദിക്കുന്നുണ്ട്. ഞാനും പപ്പയും ഇങ്ങനെ യുദ്ധം തുടങ്ങിയാൽ അപ്പച്ചൻ ആരുടെ ഭാഗത്ത് നിൽക്കും? എന്റെ ഭാഗത്തോ അതോ ലാലിച്ചന്റെ ഭാഗത്തോ? ഇത്രയും കാലം ഞാൻ ലാലിച്ചന്റെ ഭാഗത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനി നിന്റെ ഭാഗത്താവാല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്റെ ഭാഗത്ത് നിൽക്കാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് നിന്റെ ഭാഗത്ത് ഞാൻ നിൽക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അവർ കൈയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പച്ചനും ഞാനും അതുപോലെ തന്നെ ഇവിടെയുള്ള പണിക്കാരും എല്ലാവരും നമുക്ക് നമ്മളെ വരുതിയിൽ കൊണ്ടുവരണം. എന്നിട്ട് വേണം നമുക്ക് ലാലിച്ചനെ ഒരു പാഠം പഠിപ്പിക്കാൻ. ലാലിച്ചന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അപ്പച്ചനും അതിൽ വലിയൊരു ആഗ്രഹമുണ്ട്. ലാലിച്ചന്റെ ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ മാറ്റി നല്ലൊരു ലാലിച്ചനാക്കി എടുക്കണം എന്ന് നല്ലൊരു ആഗ്രഹമുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ അലീനയെ കൊണ്ട് അതിന് പറ്റുമെന്നുള്ള വിശ്വാസം നമ്മുടെ അപ്പച്ചനും എന്തായാലും ഉണ്ട്. ഇവിടെ ഒരുപാട് അഴിമതി നടക്കുന്നുണ്ട്, അതൊക്കെ ഇല്ലാതാക്കണം. എന്നിട്ട് ഞാൻ വേണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നൊക്കെ അവൾ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് നടക്കുകയില്ലേ എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അതൊക്കെ കഴിഞ്ഞ് അവൾ എന്തായാലും മനുവേട്ടനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മനുവേട്ടൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം തന്നെ അവൾ പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്, ഞാൻ എന്നും ഇവിടുത്തെ ജോലിക്കാരുമായിട്ട് വഴക്കാണ്, എന്നും അടി തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സ്റ്റാലിനി പപ്പയായിട്ട് നീ എങ്ങനെയാ, നല്ലപോലെയാണെന്ന് ചോദിക്കുന്നുണ്ടോ? സ്നേഹമൊക്കെ തന്നെയാണ്, പക്ഷെ ഞങ്ങളും എന്നും അടിയാണ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഫുൾ ടൈം ഇങ്ങനെ മദ്യപാനം, വിസ്കി, ബ്രാൻഡി ഇതൊക്കെ കയ്യിലെടുത്തിട്ട് കുടിക്കുന്നതാ ഫുൾ ടൈം പരിപാടി. വേറെ ഒരു കാര്യവുമില്ല. ഇവിടെ എനിക്കൊരു കിച്ചണിൽ പോലും കയറാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. എന്നോട് ഇവിടെ ഒന്നും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്ന ശീലമില്ലല്ലോ. അപ്പോൾ അന്നേരം മനുവേട്ടനും പറയുന്നുണ്ട്, ഓ നിനക്കത് ശീലമില്ലല്ലോ, നിനക്ക് ഏത് നേരവും സേവനവാരമല്ലേ പണി, നീ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ ഇരുന്ന് ഞാൻ എന്തായാലും ഇവിടെ തുരുമ്പ് പിടിച്ചു പോകുന്ന അലീനയും പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇവിടെ തുരുമ്പ് പിടിക്കാനൊന്നും വയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ. മനുവേട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, നിന്നെ ഞാൻ സമ്മതിച്ചു, നീ എങ്ങനെ കേണൽ സാറുമായിട്ട് അടിപിടി കൂടുന്നത്? ഇത്രയും പരിചയമില്ലാത്ത സ്ഥലത്ത് പരിചയമില്ലാത്ത ആളുകളെ ഇടയിലൊക്കെ നീ നിൽക്കുന്നുണ്ടല്ലോ, നിന്നെ ഞാൻ സമ്മതിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നീ പൂച്ചയായിട്ട് നിന്ന ആളല്ല, അവിടെ പോയിട്ട് നീ പുലിയായല്ലോ എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, സാഹചര്യമാണ് ഏതൊരു മനുഷ്യനെയും പുലിയാക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലും വന്നു, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏത് സാഹചര്യത്തിലും ഞാൻ പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റും. പിന്നെ ഇപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ഒന്നും ശരിയാവത്തില്ല, കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ താഴ്മാറമായിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ഒന്നും ശരിയാവത്തില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കേണൽ സാറിന് ഭാര്യയും മക്കളൊക്കെ ഇല്ല, അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേപറ്റിയൊന്നും യാതൊരുവിധ വിവരവും ഇല്ല. ഇത്രയും ദിവസമായി ഞാൻ ഇവിടേക്ക് വന്നിട്ട് കേണൽ സാർ അങ്ങോട്ടും പോകുന്നില്ല, അവിടുന്ന് ഇങ്ങോട്ടും വരുന്നില്ല, ഇവിടുന്ന് അങ്ങോട്ട് കോളിംഗ് ഇല്ല, അവിടുന്ന് ഇങ്ങോട്ട് കോളിംഗ് ഇല്ല, ഒന്നും ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വല്യപ്പച്ചനോടും അവൾ ഇതേപ്പറ്റി ചോദിച്ചതാണ്. ആ സമയത്തും വല്യപ്പച്ചൻ വലിയ രീതിയിൽ മറുപടിയൊന്നും കൊടുത്തിട്ടില്ല. അവരെന്തായാലും വീട്ടിൽ സുഖമായിട്ട് കഴിയുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മനുവിന്റെ അടുത്തും അവൾ അത് തന്നെയാണ് പറഞ്ഞത്. വല്യപ്പച്ചൻ എനിക്ക് അതിനുള്ള തക്കതായ ഉത്തരവൊന്നും തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ അലീന ഇവിടെ വന്ന സ്ഥിതിക്ക് അവളുടെ പപ്പയുടെ സ്വഭാവ രീതികളൊക്കെ മാറ്റാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നല്ലൊരു പപ്പയെ അവൾക്ക് വീണ്ടെടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇത്രയും പടപൊരുതുന്നത്. പിന്നെ മറ്റുള്ളവർ തൻ്റെ പപ്പയെ ചൂഷണം ചെയ്യുന്നതും അതുപോലെ തന്നെ തൻ്റെ വീട്ടിൽ അഴിമതി നടത്തുന്നതൊന്നും അവൾക്ക് എന്തായാലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം അതിനെതിരെയൊക്കെ അവൾ ശക്തമായിട്ട് പോരാടും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വേറൊരു ട്വിസ്റ്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതായത് ഇത്രയും ദിവസമായിട്ടും നമ്മുടെ അലീന ഈ വീട്ടിൽ വന്നിട്ടും ലാലിച്ചൻ്റെ ഭാര്യയും മക്കളും യാതൊരുവിധ വിവരവും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ അവരൊക്കെ ഈ വീട്ടിലേക്ക് ഇനി വന്നു കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ലാലിച്ചൻ ഒരു ദിവസം അവളെ, അതായത് നമ്മുടെ അലീനയെ അയാളുടെ ക്ലബിൽ വെച്ചോ വേറെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് പബ്ലിക്കായിട്ട് ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ട് ഇത് തൻ്റെ മകളാണെന്ന് വിളിച്ചു പറയാൻ തയ്യാറായിട്ടുണ്ടെന്ന് എന്തായാലും പപ്പ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് അവൾക്ക് നല്ല അത്ഭുതമുണ്ട്, എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇത്രയും പബ്ലിക്കായിട്ട് പറയുന്നത്. അവളും ക്യൂരിയോസിറ്റിയാണ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ലാലിച്ചൻ്റെ ഭാര്യയും മക്കളും ഇതെങ്ങനെ എടുക്കും എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ഇപ്പോഴും സംശയം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്കും തരാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ബൈ.